ശേഷം വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് സ്വാദിൽ നമ്മൾ കാണാൻ പോകുന്നത് ചെമ്മീൻ പപ്പായ മസാലയ്ക്ക് ശേഷം അടുത്തത് വരുന്നത് ഫ്രൂട്ട് ട്രൈഫിൾ. ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രൂട്ട് ട്രൈഫിൾ. പക്ഷേ ഓരോ സ്ഥലത്തും ചെയ്യുന്ന രീതികൾ അല്പസ്വല്പ വ്യത്യാസമുണ്ട്. ഇത് രാജധാനിയുടെ വഴിയിലൂടെയുള്ള ഫ്രൂട്ട് ട്രൈഫിൾ അല്ലേ? ശരി, അപ്പോൾ അതിനുവേണ്ടിയുള്ള ചേട്ടന്മാർ ആരൊക്കെയെന്ന് പറയാം. വളരെ എളുപ്പമായിരിക്കും ഈ ഒരു ഡിഷ് പോകുന്നത്. കാര്യം നമുക്ക് തീരെ സമയമില്ല. എന്തൊക്കെ വേണ്ടതെന്ന് ഞാൻ തന്നെ പറയാം. ചെറി എടുത്തിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? കസ്റ്റർഡ് പൗഡർ ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പഞ്ചസാരയുണ്ട്, ഏലക്കാപ്പൊടി, ബട്ടർ കേക്ക്, പാകത്തിന് പാൽ. ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്, ഇൻഗ്രീഡിയൻസ്. ചേട്ടാ, നമുക്ക് അതിന്റെ അസംബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുക്കിംഗ് ഉണ്ട് കേട്ടോ, അസംബ്ലിംഗ് മാത്രമല്ല കുക്കിംഗ് ഉണ്ട്. ഇപ്പം പാൻ ചൂടായി, പാലൊഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് പാല് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അത് കസ്റ്റർഡ് പൗഡർ കലക്കി ചേർക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചുപോയി. സോ അതിന്റെ പ്രേക്ഷകർക്ക് ഇതൊക്കെ സുപരിചിതമാണ്. അല്പ പാല് ബാക്കി വെക്കണം. കാര്യം കസ്റ്റർഡ് പൗഡർ ഇതിൽ കലക്കിയിട്ട് പിന്നെ ചേർക്കണം കേട്ടോ. തണുത്ത പാലിൽ കലക്കിയിട്ട് അല്ലേ? അത് ചൂടാക്കിയിട്ടാണോ? തണുത്ത പാല് ഒഴിച്ചാൽ മതി. അപ്പൊ നമ്മുടെ പാല് പരുവത്തിന് തിളച്ചു കഴിഞ്ഞു. അടുത്ത നമുക്ക് കസ്റ്റർഡ് പൗഡർ എടുത്ത് തണുത്ത പാലിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. എത്ര സ്പൂൺ വേണം ചേട്ടാ? 2-3 സ്പൂൺ ഇടും. 3, 1, 2 and 3. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കസ്റ്റർഡ് പൗഡറും പാലും കൂടെ നന്നായിട്ട്. അത് തണുത്ത പാലിൽ വേണം മിക്സ് ചെയ്ത് വെക്കാൻ. അത് പ്രത്യേകം ഓർക്കുക. എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നും കൂടെ ഓർമ്മിക്കുക. ശരി, ഇപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അത് എത്ര കേട്ടോ? നമ്മുടെ ഇവിടുത്തെ 4 സ്പൂൺ. അയ്യോ, അതിലോട്ടാണ്. ഇതിലൊന്നും ചേർക്കണ്ട. അത് ചേർത്തെന്ന് ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ പഞ്ചസാര ചേർക്കാൻ പോവുകയാണ്. 4 സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. തിളയ്ക്കുന്ന പാലിലേക്ക് 4 സ്പൂൺ. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അതിനാകുമ്പോൾ അര വേണ്ട. വളരെ കുറച്ച്. ഇത്രയും മതി കേട്ടോ. ഇത്ര മതി. അതൊക്കെ നമ്മുടെ പരുവം കേട്ടോ. മനസ്സിലെ പരുവത്തിനനുസരിച്ച്. ഈ ഒരു ഡിഷ് കാണിക്കുന്നത് ഇതിന്റെ പ്രസന്റേഷൻ കാണിക്കാനാണ്. എങ്ങനെയാണ് ലാസ്റ്റ് ഒരു പ്രസന്റ് ചെയ്യുന്നത്. ഹോട്ടലിലൊക്കെ നമ്മൾ എന്തുണ്ടാക്കിയാലും അവർ പ്രസന്റ് ചെയ്യുന്ന രീതി ഒരുപാട് വ്യത്യസ്തമായിരിക്കും. നമ്മൾ പക്ഷേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവരുടെ അത്ര ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഈ വീട്ടിൽ നമ്മൾ പഴച്ചു പോകുന്നത് അല്ലേ? ശരി, അപ്പൊ നമ്മൾ ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ തണുത്ത പാലിലാണ് കലക്കിയിരിക്കുന്നത്. അത് കണ്ട ഇപ്പൊ ചേർക്കാൻ സമയമായിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇതിലിപ്പോൾ കലക്കിയിട്ടുള്ളത്. ചേർക്കട്ടെ കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് കുറുകി കട്ടിയായിട്ട് വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതെടുത്ത് നേരെ ബട്ടർ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള അസംബ്ലിങ് മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് അവിടെ പൗഡറൊക്കെ ഒഴിച്ച് പാല് നല്ല തിക്കായിട്ടുണ്ട്. അതിന് നമ്മൾ ബട്ടർ കേക്കിൽ ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതാ കണ്ടോളൂ, ഒഴിച്ചോളൂ കേട്ടോ. നമ്മൾ ആ ബൗളിൻ്റെ ഷേപ്പിൽ ആദ്യം തന്നെ ബട്ടർ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷിൻ്റെ പേര് ഫ്രൂട്ട് ട്രൈഫിൾ. ഇതിനെ അല്പം ഒന്ന് തണുക്കാൻ വെക്കുക. അപ്പോഴത്തേക്ക് അത് സെറ്റ് ആകും. അതിനുശേഷം നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചെറിയും ഇട്ട് കൊടുക്കുക. അതോടുകൂടി കാര്യം കഴിയും. നമ്മുടെ കസ്റ്റർഡ് പൗഡറും സംഭവങ്ങളും പാലും ഒക്കെ പാകത്തിന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കാൻ ചേട്ടാ. ഇതാ പതുക്കെ അങ്ങ് വിതറി കൊടുക്കുകയാണ്. നമുക്ക് മാതളം എടുക്കാം, ആപ്പിൾ എടുക്കാം, ഗ്രേപ്സ് എടുക്കാം. അവൈലബിൾ ആയിട്ടുള്ള എന്തും അല്ലേ? അതിനൊരു പ്രത്യേക മാനദണ്ഡം നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ആപ്പിള്, ഗ്രേപ്സ്, അല്പം മാതളം, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ? പൈനാപ്പിൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പഴം. പ്രത്യേകിച്ച് അത് ഞാൻ വിട്ടുപോയി. ഇനി അതിന് മുകളിലേക്ക് ചെറിയ കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നാടകം തീരുകയായി. താഴെ ബട്ടർ കേക്കിൻ്റെ ഒരു ലെയർ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് കസ്റ്റർഡ് പൗഡറും പാലും എല്ലാം ഉണ്ട്. അതിൻ്റെ മുകളിൽ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചെറി ഇട്ട് കൊടുത്തു. അങ്ങനെ ഫ്രൂട്ട് ട്രൈഫിൾ റെഡിയായി. ഓക്കെ, ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രോൺ പപ്പായ മസാല. അതെന്ന് പറഞ്ഞാൽ ഒരു ഇടിപ്പൻ സാധനമായിരുന്നു കേട്ടോ. അതിന് അരിപ്പൻ സാധനം. ഇതാണ് എനിക്ക് തോന്നുന്നു എറണാകുളത്തേക്കൊക്കെ പറയുന്നത് കേട്ടോ, അരിപ്പൻ സാധനമെന്ന്. ഇപ്പോൾ അതിന് ശേഷം ഒരു നല്ല മധുരം. ഓക്കെ വിജയ്, അതൊന്ന് തണുത്തതിന് ശേഷം ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് കഴിക്കേണ്ടത്. തണുത്തതിന് ശേഷം ഇതിനകത്ത് കേക്കും കൊണ്ട് ഉൾപ്പെടെയാണ് അതങ്ങ് വിട്ടുപോയി കേട്ടോ. ശരിക്കും ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യണം. എന്നാലേ ഇത് പറഞ്ഞ പോലെ ചേട്ടാ കട്ട് ചെയ്തല്ലേ കേക്കും
ഈ മേലിലുള്ള നമ്മുടെ ആ കസ്റ്റർഡ് കൂടി ചേർത്ത് അതെ, fruits എല്ലാം കൂടി 3 ലെയർ സാധനമാണ് കഴിക്കേണ്ടത്. കസ്റ്റർഡ്, കേക്ക്, അങ്ങനെ 3 ലെയർ ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് അതിനെ ട്രൈഫിൾ എന്ന് പറയുന്നത്. താങ്ക്സ് ചേട്ടാ, ഞാനത് മറന്നുപോയി, വീണ്ടും ഒരു മണ്ടനായി. എന്തുതന്നെയായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള കുറ്റങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പറയാൻ ഒരു അഡ്രസ് തരാം. ഇറ്റ്സ് to the producer Swad, Jaihind TV, Karmal RK, D Store, Trivandrum, and our email address is swad@jahindtv.in. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് വളരെ നല്ല 2 വിഭവങ്ങൾ. തുടക്കത്തിലെന്ന് പറഞ്ഞാൽ അതുപോലൊരു സംഭവം ഈയിടയ്ക്കൊന്നും ചെമ്മീൻ്റെ കാര്യത്തിൽ ഈയിടയ്ക്കൊന്നും ഇത്രയും നല്ലൊരു വിഭവം എൻ്റെ വായിൽ ഒന്നും പെട്ടിട്ടില്ല. വളരെ നല്ലൊരു വിഭവം പ്രസൻറ്റ് ചെയ്തു. രണ്ടാമത്തെ ഒരു ഫ്രൂട്ട് റൈഫിൾ അതിൻ്റെ അസംബ്ലിംഗ് എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ചേട്ടനും അതുപോലെ തന്നെ രാജധാനി ഗ്രൂപ്പിലെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഹാപ്പി ന്യൂ ഇയർ വല്ലതും പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ടേക്ക് ഗുഡ് കെയർ.